അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാന്യരെ, സ്കൂളിൽ 7ാം പീരീഡ് ക്ലാസ് എടുക്കരുത് എന്നുള്ളതാണ് പൊതുവായ ഞാൻ എൻ്റെ ലൈഫിൽ സ്വീകരിക്കുന്ന ഒരു പൊതു തത്വം. എന്നാൽ നമുക്കെല്ലാവർക്കും നല്ല എനർജി നൽകി ഷെയ്ഖിൻ്റെ നല്ലൊരു പാട്ട് നമ്മൾ കേട്ടു. നമ്മുടെ ജാമിയ അൽ ഹിന്ദിലെ ഒരു ഉദ്യോഗസ്ഥൻ കൂടിയായ ഹുസൈൻഖൻ്റെ പേരക്കുട്ടിയാണ് അവൾ. മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീഹ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വളരെ വേഗത്തിൽ പറഞ്ഞു പോകാം. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പഠിച്ചൊരു കഥയുണ്ട്. ഒരു നഗരം എലികളുടെ ശല്യം കൊണ്ട് വളരെ ബുദ്ധിമുട്ടി. എലികളുടെ എവിടെ നോക്കിയാലും എലിയാണ്. ബെഡിലും അടുക്കളയിലും വഴിയിലൊക്കെ എലികളാണ്. പല പല പരിഹാരങ്ങൾ ആളുകൾ ആലോചിച്ചു. അവസാനം ഒരു പ്രത്യേക വാദ്യോപകരണവും കൊണ്ട് പൈഡ് പൈപ്പർ അവിടെ എത്തി. അയാൾ പറഞ്ഞു, എലികളെ മുഴുവൻ ഞാൻ നശിപ്പിച്ചു തരാം, പക്ഷെ എനിക്ക് ഇത്ര രൂപ തരണം. അവർ സമ്മതിച്ചു. അപ്പം അദ്ദേഹം ഒരു പ്രത്യേക ഈണത്തിൽ ശബ്ദമുണ്ടാക്കി മുന്നോട്ട് പോയപ്പോൾ നഗരത്തിലെ മുഴുവൻ എലികളും അയാളുടെ പിന്നാലെ ഇങ്ങനെ വരാൻ തുടങ്ങി. അയാളങ്ങനെ നഗരവും നാടുമൊക്കെ കടന്ന് ഒരു മലയടിവാരത്തിലേക്കെത്തി. 2 മലകൾക്കിടയിലൂടെ അങ്ങനെ നടന്നുപോയി. എലികളെ ആ മലക്കുള്ളിൽ ലോക്ക് ചെയ്തു. തിരിച്ചു വന്നപ്പോൾ നാട്ടുകാരെല്ലാവരും അയാളെ പരിഹസിച്ച് ചിരിച്ചു. മണ്ടൻ, നിനക്ക് ഞങ്ങളൊന്നും തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അയാളുടെ വാദ്യോപകരണം വീണ്ടും എടുത്തു. എന്നിട്ട് വീണ്ടും എന്തൊക്കെയോ ചില പാട്ടുകൾ പാടി, ചില ശബ്ദങ്ങളുണ്ടാക്കി. അപ്പോൾ തൊട്ടിലുറങ്ങുന്ന കുഞ്ഞു തൊട്ട് കളിമുറ്റത്ത് കളിക്കുന്ന കുട്ടികൾ വരെ, ആ നഗരത്തിലെ കുട്ടികൾ മുഴുവൻ അയാളുടെ പിന്നാലെ പോയി. ആ കുട്ടികളെയും അയാൾ ആ മലയിടുക്കിൽ ലോക്ക് ചെയ്തു എന്നാണ് കഥ. പണ്ടെപ്പോഴോ കഥയിൽ വന്ന ഒരു പൈഡ് പൈപ്പറെ പോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്നും പൈഡ് പൈപ്പർമാർ വന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ശരിക്ക് ഏറ്റവും ഉയരത്തിൽ ഉച്ചത്തിൽ കേൾക്കുന്ന ശബ്ദം നോട്ടിഫിക്കേഷൻ ട്യൂണുകളുടെ ശബ്ദമായി മാറുന്ന കാലത്താണ് യഥാർത്ഥത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അത്രയും മൈക്രോ ആയി നാം ഫോളോ ചെയ്യപ്പെടുന്നു. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനോട് എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് വേണമെന്നോ വാങ്ങണമെന്നോ പറഞ്ഞ് നിങ്ങൾ ഫോൺ നോക്കുമ്പോൾ പിന്നെ കാണുന്നത് അതിൻ്റെ ആഡുകളാണ്. അത് വളരെ ക്ലോസ് വാച്ച് ചെയ്യുന്ന ആളുകൾക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാകും. നമ്മളേറ്റവും മൈക്രോ ലെവലിൽ ഫോളോ ചെയ്യപ്പെടുന്ന സംവിധാനം യഥാർത്ഥത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ പൈഡ് പൈപ്പർ നമ്മളെ ബന്ധിക്കുകയും കൂടെ കൊണ്ടുപോവുകയും ചെയ്യുന്നൊരു കാലത്ത് നോട്ടിഫിക്കേഷൻ ട്യൂണുകളും മെസ്സേജുകളും സന്ദേശങ്ങളുമൊക്കെ നമ്മെ വഴിതെറ്റുന്നൊരു കാലത്ത് വളരെ ഗൗരവമുള്ള ചില ചോദ്യങ്ങളും ചില ചിന്തകളും ആവശ്യമുണ്ട്. ഇതൊക്കെ ഏത് കാലത്തും ഉള്ളതാണ് അല്ലേ? നിങ്ങൾ നോക്കിപ്പോൾ ഡീപോപ്പുലേഷൻ ക്യാമ്പയിൻ ലോകത്ത് നടന്നു. എന്താ ഡീപോപ്പുലേഷൻ ക്യാമ്പയിൻ? മനുഷ്യരുടെ എണ്ണം കൂടിയാൽ മനുഷ്യരുടെ വികാസവും വളർച്ചയും ഇല്ലാതെയാകും എന്ന വളരെ ഫേക്കായിട്ടുള്ളൊരു സ്യൂഡോ സയൻസ്, വളരെ അടിസ്ഥാനങ്ങളില്ലാത്ത ഒരു തത്വം ലോകം ക്യാമ്പയിൻ ചെയ്തു. ലോകത്ത് ആ ക്യാമ്പയിൻ കാലയളവിൽ മാത്രം 40 കോടി കുഞ്ഞുങ്ങൾ അതുകൊണ്ട് ഇല്ലാതെയായി. നാം 2, നമുക്ക് 2 എന്നാണ് ആദ്യം പറഞ്ഞു വെച്ചത്. അത് വിജയകരമാണെന്ന് കണ്ടപ്പോൾ നാം 1, നമുക്കൊന്ന് എന്നായി. അതും വിജയിക്കുന്നു എന്ന് കണ്ടപ്പോൾ നാം 1, നമുക്കെന്തിനാ പിന്നെ 1 എന്നായി. കുഞ്ഞുങ്ങളെണ്ണാണ് ഈ പറയണതൊക്കെ. അതും കഴിഞ്ഞപ്പോൾ നമുക്ക് സെക്സ് ചെയ്യാൻ നാം ഒന്നിക്കേണ്ടതുണ്ടോ എന്നായി. അതും കഴിഞ്ഞപ്പോൾ സെക്സ് ആണും പെണ്ണും തമ്മിൽ മാത്രം ആക്കണോ, ആണും പെണ്ണും ഒക്കെ ആയിക്കൂടെ എന്നായി. ഇതൊക്കെ ഓരോരുത്തരും ഓരോ ടാഗ് ലൈൻ ഇടുന്നു. ആ ടാഗ് ലൈനിൻ്റെ അടിമത്തത്തിലേക്ക് മനുഷ്യരങ്ങനെ വരുന്നു.
എത്രയോ ആളുകൾ ഇത്തരം ക്യാമ്പയിനുകൾ കേട്ടാണ് കൂടുതൽ കുഞ്ഞുങ്ങൾ വേണ്ടാന്ന് തീരുമാനിച്ചത്. ഇന്ന് ലോകം അതിൻ്റെ ഏറ്റവും പെയിൻഫുള്ളായിട്ടുള്ള, ഏറ്റവും വേദനാജനകമായ അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ജപ്പാനിൽ ഹാവ് മോർ ബേബീസ് ക്യാമ്പയിനുകൾ നടക്കുകയാണ്. സൗജന്യ ഡേ കെയർ സംവിധാനങ്ങൾ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ മാതാപിതാക്കൾക്കുള്ള പ്രത്യേക അവധികൾ, കുട്ടികളുള്ള മാതാപിതാക്കൾക്കുള്ള പ്രത്യേക അവധികൾ വകവെച്ച് കൊടുക്കുകയാണ്. കുഞ്ഞ് ജനിച്ചാൽ പ്രത്യേക ക്യാഷ് ഇൻസെൻറ്റീവ്സ് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ബേബി ബോണസ് പദ്ധതികൾ നടപ്പിലാക്കുകയാണ്. ഹംഗറിയിൽ 4 കുട്ടികളുള്ള അമ്മമാർക്ക് ഇൻകം ടാക്സ് ഫ്രീ ആക്കുകയാണ്. അങ്ങനെ മദർ ഹീറോയിൻ പോലെയുള്ള ഒരുപാട് ക്യാമ്പയിനുകൾ ഹോർഡിങ്സുകളിൽ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുകയാണ്. എന്താ കാര്യം? കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാൻ മാതാപിതാക്കൾ തയ്യാറാകണം എന്നുള്ളതാണ് വിഷയം. ലോകത്താരോ എപ്പോഴും നടത്തിയ ഒരു ക്യാമ്പയിനിൻ്റെ വളരെ നെഗറ്റീവായ റിസൾട്ട് ലോകം അനുഭവിച്ചു തുടങ്ങുമ്പോൾ അത് റീബാക്ക് ചെയ്യുന്ന, പിന്നെ തിരിച്ചു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എക്സാമ്പിളുകൾ വേറെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. സമയം പരിഗണിച്ച് ഞാനതിലേക്ക് പോകണില്ല. അമേരിക്ക എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ മാറ്റിക്കളഞ്ഞു. അമേരിക്കയുടെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഗ്ലാസ് പാലും ഒരു കോഴിമുട്ടയൊക്കെ ആയിരുന്നു. അത്ര സിമ്പിളായിരുന്നു. എങ്ങനെ അത് മാറ്റിക്കളഞ്ഞത്? ആദ്യം 5000-6000 ഡോക്ടർമാരുടെ വലിയ മെസ്സേജുകൾ വന്നു. ഹെവി ഫുഡാണ് ഏറ്റവും നല്ലത്, രാവിലെ രാജാവിനെ പോലെ കഴിക്കണം എന്ന് ആവർത്തിച്ച് പറയിച്ചതിൻ്റെ ശേഷം എന്താ, നല്ല പന്നി മാംസം ഉണക്കി വേവിച്ച പ്രത്യേക ഭക്ഷണം പുറത്തിറക്കുന്ന കമ്പനി, അതാണ് ഹെവി ഫുഡ് എന്നുള്ള ഒരൊറ്റ ടാഗ് ലൈൻ കൊണ്ടുവന്നു. ജനങ്ങൾ മുഴുവൻ അതിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഞാൻ പറയുന്നത് ഈ ക്യാമ്പയിനുകളൊക്കെ പത്രങ്ങൾ, TV ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകൾ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് ഇവരൊക്കെ നടത്തിയതായിരുന്നു. ഇത് മാസീവായിട്ട് ഒരു സമൂഹത്തിന് ഒരൊറ്റ മൊഡ്യൂളായിരുന്നു ഉണ്ടായത്. നിങ്ങൾ ഈ പറയുന്ന പോയിന്റ് വളരെ ശ്രദ്ധിക്കണം. എന്താ, ബീക്കൺ കഴിക്കുന്നൊരു സമൂഹത്തെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയിൽ നടന്ന ക്യാമ്പയിൻ, ബ്രേക്ക്ഫാസ്റ്റ് ചേഞ്ചിങ് ക്യാമ്പയിൻ, അത് ജനറലി മൊത്തം ഒരു സമൂഹത്തിന്. എന്നാൽ ഇന്ന് നടക്കുന്ന ക്യാമ്പയിനുകളുടെ പ്രത്യേകത എന്താണ്? ഇന്ന് നടക്കുന്ന ക്യാമ്പയിനുകൾ ഓരോ വ്യക്തിക്കുമാണ്, ഓരോ ഇൻഡിവിജ്വലിനുമാണ്. എനിക്ക് വരുന്ന മെസ്സേജ് അല്ല നിങ്ങൾക്ക് വരുന്നത്. ഒരാളൊരിക്കൽ എനിക്കൊരു മെസ്സേജ് അയച്ചു. എന്താ, നിങ്ങളെ വീഡിയോ കാണുമ്പോഴൊക്കെ ഭയങ്കര മോശം പരസ്യങ്ങളാണ് വരുന്നത്, നിങ്ങൾ ചാനലൊന്ന് മോണിറ്റർ ചെയ്യുന്നത് ശരിയല്ല, നിങ്ങൾ ഒരുപാട് നല്ല കാര്യം പറഞ്ഞിട്ട് എന്താ കാര്യം, വളരെ വൾഗറായിട്ടുള്ള സാധനങ്ങളാണ് വരുന്നത്, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നിർദ്ദേശം. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ എന്തായാലും പറഞ്ഞാൽ നന്നായി, വളരെ സന്തോഷമുണ്ട്, ഇങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങൾ കണ്ടാലും അതൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്ന് പറഞ്ഞതിൻ്റെ ശേഷം ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട്, നിങ്ങളുടെ അമ്മാൻ്റെ ഫോണും നിങ്ങളുടെ വൈഫിൻ്റെ ഫോണും പിന്നെ വീട്ടിലെ വേറെ ആരെങ്കിലും ഫോൺ ഉണ്ടെങ്കിൽ അതും കൂടി നോക്കുക, അതിലും കൂടി എൻ്റെ വീഡിയോ തുറക്കുക, എന്നിട്ട് സെയിം വീഡിയോ കാണുന്നുണ്ടോ നോക്കുക, അതിന് നിങ്ങൾ ആൻസർ തരണമെന്ന് പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞു ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞു. അതാണ് പ്രശ്നം. ഓരോരുത്തരും കാണുന്നതിനനുസരിച്ച് അവർക്ക് സജഷൻസ് അങ്ങനെ വരും. നിങ്ങൾ കണ്ടെടുത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും, അല്ലെങ്കിൽ നിങ്ങളെ ഫോൺ വേറെ ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അശ്ലീല വീഡിയോ കാണുന്നതിൻ്റെ 10 ദോഷങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഹുത്തുബ പറഞ്ഞിരുന്നു. ആ ഹുത്തുബൻ്റെ ലിങ്ക് കൂടി ഇട്ട് കൊടുത്തു മൂപ്പർക്ക്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മൂപ്പര് മെസ്സേജ് അയച്ചു. ഞാൻ ChatGPT ചോദിച്ചു, ശരിയാണ്. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്താൽ പിന്നെ അതിൻ്റെ സജഷൻസ് ഇഷ്ടം പോലെ വരിക നമുക്ക്. അപ്പം നമ്മൾ വിചാരിക്കും ലോകം മുഴുവൻ ഇങ്ങനെയാണ് പോണത്, ലോകം മുഴുവൻ ആകെ മൊത്തം ഭയങ്കര സംഭവമാണ് എന്ന് വിചാരിക്കും. സംഭവം എന്താ, തൊട്ടപ്പുറത്തിരിക്കുന്ന ആൾക്ക് ഇതൊന്നും ഉണ്ടാവില്ല. ഒരാളെ ചെവിയിൽ പാറ്റ കുടുങ്ങി അയാൾ ഭയങ്കര പ്രശ്നമായിരിക്കും, അടുത്തിരിക്കുന്ന ആളോ അയാൾ ഇരുന്ന് അങ്ങനെ ഉറങ്ങുന്നുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പം സോഷ്യൽ മീഡിയക്കുള്ള ഈ ഒരു ട്രാപ്പിനെ മനസ്സിലാക്കാതെ കാര്യങ്ങളായിട്ട് പോകുമ്പോൾ വലിയ പ്രശ്നങ്ങളുണ്ടാകും. നമ്മളെ കുട്ടികൾ ഒരു കാര്യത്തിൽ പോയി തൊട്ടാൽ പിന്നെ അവൻ അതിൻ്റെ സജഷൻസാണ് മൊത്തം വരുന്നത്, നമ്മൾക്കാർക്കും പിന്നെ അതിൻ്റെ സജഷൻസാണ്. ആ അൽഗോരിതം അങ്ങനെ ഡെവലപ്പ് ചെയ്യാണ്. നമ്മുടെ ഉച്ഛ്വാസം മുതൽ നമ്മുടെ ഹൃദയമിടിപ്പടക്കം എല്ലാം എടുത്തിട്ട് നമ്മൾ എങ്ങനത്തെ ഒരു വ്യക്തിയാണ് എന്നുള്ളതിന് കൃത്യമായ രൂപമുണ്ട്. ഇന്നിപ്പോൾ ഞങ്ങൾ പോരുമ്പോൾ നമ്മളെ സുഹൃത്ത് പറഞ്ഞു, റോസ്റ്റ് മീ എന്ന് ChatGPT ചോദിച്ചാൽ മതി, നമ്മളെ നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് തരും. നമ്മൾ ഇത്രയും കാലം അതിനോട് സഹവർത്തിച്ച, അതിനോട് ഇൻട്രാക്ട് ചെയ്തതിൻ്റെ ബേസിസിൽ നിങ്ങൾ എങ്ങനത്തെ ഒരാളാണെന്ന് കറക്റ്റ് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ മിക്കവാറും നല്ല പൊളിക്കലാണ്, ഇല്ലാത്ത ആയത്തൊക്കെ ഉണ്ടാക്കി തരും.
ഇല്ല അപ്പോൾ നല്ല പൊളിക്കും. അപ്പോൾ എന്നെ മിക്കവാറും കൈകാര്യം ചെയ്യുന്ന രീതി ഉണ്ടാകും എന്ന് ഞങ്ങൾ പോന്നപ്പോൾ പറയണ്ടായി. അപ്പോൾ നമ്മുടെ ഓരോ ശ്വാസത്തെയും ചലനത്തെയും ചിന്തയെയും ലൊക്കേഷനുകളെയും നമ്മളെ ലൊക്കേഷനൊക്കെ ഓണാക്കിയിട്ട് കൊടുക്കുകയാണ്. എല്ലാ ലൊക്കേഷനൊന്നും നമ്മൾ എവിടെ പോയത്, എന്താ വന്നത്. പിന്നെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി എല്ലാ ആപ്പും എടുക്കും. നമ്മളെ ഹൃദയമിടിപ്പ് മുഴുവൻ എടുത്തിട്ട് ഇവിടുത്തെ മെഡിക്കൽ ബിസിനസ്സിൽ ഏതൊക്കെ മരുന്ന് ലോകത്ത് ആർക്കൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളത് കൃത്യമായി പഠിക്കാനുള്ള എല്ലാ ഡാറ്റയും കംപ്ലീറ്റ് ഡാഷ്ബോർഡ് എടുത്തതിൻ്റെ ശേഷമാണ് നമ്മുടെ സജഷൻസ് ഒക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ അൽഗോരിതങ്ങളാണ് കംപ്ലീറ്റ് നിയന്ത്രിക്കുന്നത് നമ്മൾ എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ പോകണമെന്നത്. അതുകൊണ്ട് വലിയ ചിന്താ വ്യതിയാനങ്ങൾക്ക് സാധ്യതയുണ്ട്. അതിലൊന്നാമത്തത് വിശ്വാസങ്ങളും നിലപാടുകളൊക്കെ ആകെ അട്ടിമറിയും. എന്താ കാര്യം? നമ്മൾ പലപ്പോഴും ഒരുപാട് സ്റ്റോറി, സ്റ്റാറ്റസ്, അതുപോലെ തന്നെ നമ്മൾ ടൈം ലൈനുകൾ, റീൽസുകൾ, ഷോർട്സ്, ലൈവ് ചാനലുകൾ, ഗ്രൂപ്പുകൾ, ആർട്ടിക്കിൾ, കമൻസ്, റീപ്ലേസ് ആൻഡ് ആഡ്സ് ആൻഡ് സ്പോൺസർ ആഡ്സ് തുടങ്ങി വലിയൊരു ലോകമുണ്ട്. ഇതിലൂടെയൊക്കെ ഡാറ്റ വന്നുകൊണ്ടിരിക്കുകയാണ്, ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നെറ്റൊക്കെ പോയാൽ കാണാം പിന്നെ ഒരു താറാവിൻ്റെ കുട്ടി. നെറ്റ് പോയാൽ ഫോണൊന്നും പോകരുത്, നമ്മളവിടെ പരമാവധി പിടിച്ചു നിർത്തുകയാണ്. സംതിങ് യു ഗെറ്റിംഗ് ഫ്രീ, യു ആർ എ പ്രൊഡക്റ്റ്. നിനക്ക് വല്ലതും ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നീ ഒരു പ്രൊഡക്റ്റാണ്. നമ്മൾ ഗ്യാസിനും ബില്ല് കൊടുക്കുന്നുണ്ട്, എല്ലാറ്റിനും നമ്മൾ ബില്ല് കൊടുക്കുന്നുണ്ട്, ഇതിന് മാത്രം ബില്ല് കൊടുക്കണില്ല. അപ്പം കടമുറി തുറന്നിരിക്കുകയാണ്. നമ്മൾ കോഴിക്കോടോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒരു ബിൽഡിംഗ് തുടങ്ങുമ്പോൾ അതിന് നമുക്ക് വരുമാനം കിട്ടും. എങ്ങനെ? അവിടെ കച്ചവടം നടത്തിയിട്ട്. നമ്മളെയൊക്കെ കയ്യിൽ ഫേസ്ബുക്കിലൂടെ, ഇൻസ്റ്റഗ്രാമിലൂടെ കടമുറി തുറന്നിരിക്കുകയാണ് സുക്കർബർഗ്. നേരത്തെ ഇവിടെ പറയണ്ടായി. അതിലൂടെ ആഡുകൾ കാണിച്ചാണ് നമ്മളെ യഥാർത്ഥത്തിൽ ചതിക്കണത്. അപ്പം നമ്മുടെ തലച്ചോറിൻ്റെ ഒരു രൂപം എന്ന് പറയുന്നത്, ഒരു കാര്യം ആവർത്തിച്ച് കാണുകയും കേൾക്കുകയും ചെയ്താൽ അത് നോർമലൈസ് ചെയ്യപ്പെടും. നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ ഒലഹിയത്തിന് അറക്കാൻ വരുന്ന ആളുകൾ പെട്ടെന്ന് മറിച്ചിട്ട് അറുത്തിട്ട് പോകും. അതവരുടെ കയ്യിൻ്റെ പ്രാക്ടീസ് മാത്രമൊന്നുമല്ല, ഭയങ്കര സിമ്പിളായിട്ടൊരു അറുത്തിടും. നമ്മൾ കൈയൊക്കെ മടക്കി വെച്ച് കത്തിയൊക്കെ എടുത്ത് അപ്പോൾ തന്നെ ഓരോ എവിടെയെന്ന് പറയൽ തുടങ്ങിയിട്ടുണ്ടാവും. അത് ഒരു സാധനം തുടർച്ചയായി കണ്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നത്തിനുണ്ട് അല്ലേ. ഒരു സാധനം ഇപ്പോൾ ലുലു മോൾ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഫോണ്ട് കണ്ടിട്ടുണ്ടാവും അല്ലേ. ലുലു മോൾ എന്നുള്ള ഫോണ്ട് കണ്ട ആളുകളൊന്ന് കൈന്തിക്കും. കാണും. എന്താ അങ്ങളിരുന്നിട്ട് ലുലു മോൾ എന്ന് പഠിച്ചതാ. തുടർച്ചയായി പലപ്പോഴും പലയിടത്തും കണ്ടതുകൊണ്ട് അത് തലച്ചോറ് സ്റ്റോർ ചെയ്തു. ഫേസ്ബുക്ക് എന്നത് കറക്റ്റാ ഫോണ്ട് നിങ്ങൾ കാണുള്ളൂ. ഫേസ്ബുക്ക് നിങ്ങൾ കറക്റ്റാ ഫോണ്ട് നിങ്ങൾ കാണുള്ളൂ, വേറൊന്നും കാണൂല അല്ലേ, വേറൊന്നും കാണൂല. എന്നാലോ നിങ്ങൾക്ക് അത്ര തന്നെ ചില സ്പോർട്സ് കാറുകളുടെ പേരൊക്കെ ഞാൻ പറയാണ്, അല്ലെങ്കിൽ സ്പോർട്സ് ബൈക്കുകളുടെ പേര് ഞാൻ പറയാണ്. ഇവിടെ ഇരിക്കുന്ന നിശ്ചിത ശതമാനം ആളുകൾക്ക് അത് കിട്ടുകയല്ല. എന്താ കാര്യം? തലച്ചോറിന് അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഇതിലൂടെ എന്താണ്, പല ആശയങ്ങളും വരും. ഇപ്പോൾ ദുൽഖർ സൽമാൻ്റെ, മോഹൻലാലിൻ്റെ, മമ്മൂട്ടിയുടെ, ഹീറോയിനുകളുടെ, സ്റ്റാറുകളുടെ ഒക്കെ വളരെ ഇമോഷണലായി ഷൂട്ട് ചെയ്യപ്പെടുന്ന, ഹൈ ക്വാളിറ്റിയുള്ള, ഹൈ പിക്സൽ കപ്പാസിറ്റിയുള്ള ക്യാമറയിൽ ഷൂട്ട് ചെയ്യപ്പെടുന്ന ഒരു സീൻ, വളരെ ശക്തമായ BGMകൾ കൊടുത്ത് പിന്നെ ഒരുപാട് തവണ കട്ട് പറഞ്ഞ് ഷൂട്ട് ചെയ്യപ്പെടുന്ന ഒരു സീനിൽ അയാളിങ്ങനെ പറയാണ്, ജീവിതം ഒന്നേ ഉള്ളൂ, ഒറ്റൊന്നു മാത്രം, അത് നീ ഉപയോഗിക്കണം, മറക്കരുത്. ഇത് കുറേ വട്ടം കേൾക്കുമ്പോൾ നമ്മളെ തലച്ചോർക്ക് ഇത് കയറും. ജീവിതം ഒന്നേ ഉള്ളൂ, ജീവിതം. അവിടെ ഒരു അഖീദ പൊളിയാണ്. ജീവിതം ഒന്നല്ല. ലതുഅദ്ദുന്നൽ ഹുഖൂക ഇലാ അഹ്ലിഹാ യൗമൽ ഖിയാമത്തി ഹത്താ യുഖാദു ഷാത്തുൽ ജൽഹായി മിൻ ഷാത്തിൽ ഖർന. കൊമ്പുള്ള ആട്ടിൻകുട്ടിയെ കൊമ്പില്ലാത്ത ആട്ടിൻകുട്ടി കുത്തിയതിന് പോലും എണ്ണം വെച്ച്, വേഗത വെച്ച്, കനം വെച്ച് തിരിച്ചു കൊടുക്കുന്ന ഒരു പരലോകം വരാനുണ്ട്. അതിലാർക്കും സംശയം ആവശ്യമില്ല. അയഹ്സബുൽ ഇൻസാനു അൻ യുതറക സുദാ അലം യകുൻ നുത്ഫതൻ മിൻ മനിയ്യിൻ യുംനാ ثم كان علقة فخلق فسوى فجعل منه الزوجين الذكر والأنثى أليس ذلك بقادر على يحيي الموتى. നിന്റെ തലയിലെ മുടി നിന്റേതു മാത്രമാണ്, വേറെ ആരുതുമല്ല. അതിൽ ചിലത് നിന്റേതു മാത്രം, നിനക്കു മാത്രമുള്ളതാ. അങ്ങനെ നിന്നെ പടച്ച റബ്ബ്, കോടിക്കണക്കിന് മനുഷ്യരെ പടച്ച റബ്ബ്, അവന് നിന്നെ തിരിച്ചുകൊണ്ടുവരാൻ പറ്റും. നിന്റെ ഉമനീര് നിന്റേത് മാത്രമാണ്. അതുകൊണ്ടാണ് സദ്ദാം ഹുസൈനെ പിടിച്ചപ്പോൾ സദ്ദാം ഹുസൈൻ്റെ ഉമനീരില്ലെന്ന് അയാൾ ഐഡൻറ്റിഫൈ ചെയ്തത്. അതുകൊണ്ട് സ്വാഭാവികമായും നിനക്കു മാത്രം ഉമനീര് തന്ന്, ലോകത്ത് മറ്റൊരാൾക്കുമില്ലാത്ത ഉമനീര് നിനക്ക് തന്ന റബ്ബ്,
ആ റബ്ബിന് അലൈസദാലിക ബി ഖാദിറിൻ, അവന് പറ്റൂലേ നിന്നെ കുഴിമാടങ്ങളിൽ നിന്ന്, സെമിത്തേരികളിൽ നിന്ന്, പുണ്യതീർത്ഥങ്ങളിൽ നിന്ന് നിന്നെ കാണാതെയായി എവിടെ നിന്നും നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ? ബോയിലിംഗ് ഫ്ലൈറ്റിൽ നഷ്ടപ്പെട്ട 300 ചില്ലാനം മനുഷ്യരെ മുഴുവൻ തിരിച്ചു കൊണ്ടുവരാൻ തീർച്ചയായും റബ്ബിന് പറ്റും. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ടാഗ് ലൈനുകൾ ഇങ്ങനെ വരും. എന്താ? മതമല്ല മനുഷ്യത്വമാണ് പ്രധാനം. ഇതാരാ പറയാ? ഇത് ഏതെങ്കിലും ഒരു ഫിലിം സ്റ്റാറിന്റെ ഫോട്ടോ കൊടുത്താൽ അതിൻ്റെ താഴെ ഉണ്ടാകുക. ഇത് പതുക്കെ പതുക്കെ തലച്ചോറിലേക്ക് ഇങ്ങനെ കയറും. മതമൊന്നും അത്ര വലിയ വിഷയമല്ല, മനുഷ്യനായാൽ മതി അല്ലേ എന്നുള്ള ഒരു തലത്തിലേക്ക് പോകും. മൈ ബോഡി മൈ ചോയ്സ്, എനിക്കെൻ്റെ ബോഡിയാണ്, എൻ്റെ അവകാശമാണ്, എൻ്റെ സ്വാതന്ത്ര്യമാണ്, ഞാൻ പൂർണ്ണയായ പൗരയാണ്, എനിക്കെങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, എനിക്കെൻ്റെ സ്വാതന്ത്ര്യമുണ്ട്, മാതാപിതാക്കളോട് എനിക്ക് ഉത്തരവാദിത്തമില്ല, സദാചാരം കൊണ്ട് ആരും കൊണ്ട് വരണ്ട, ഉപദേശങ്ങൾ വേണ്ട. ഇതൊക്കെ പതിയെ നമ്മുടെ തലച്ചോറിലേക്ക് എത്തി കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാകുക. അങ്ങനെയാണ് ഇതിങ്ങനെ കണ്ടും കേട്ടും അറിഞ്ഞും മനസ്സിലാക്കിയും വീണ്ടും നോക്കിയും പഠിച്ചും അങ്ങനെ എന്ത് ചെയ്യുന്നു? പതിയെ അവൻ കമൻ്റ് ചെയ്യുന്നു, ഐ ആം ആൻ എക്സ് മുസ്ലിം, ഞാൻ ഇന്നലെ വരെ മുസ്ലിം ആയിരുന്നു, ഇന്ന് മുസ്ലിം അല്ല. വെരി സിമ്പിൾ. പ്രവാചകനെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള വ്യത്യസ്തമായ കമൻറ്റുകൾ ഇങ്ങനെ വരുന്നു. ഇപ്പോൾ എക്സാമ്പിൾ എടുത്താൽ, ഇപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഒരാൾ തെറിയൊന്നും പറയണ്ട, പ്രവാചകനെ കുറിച്ച് പ്രവാചകന് ചേരാത്തൊരു വിശ്വാസം ഉണ്ടായാൽ മതി. നോക്കൂ നിങ്ങൾ, സഫിയ റളിയല്ലാഹു അൻഹയും പ്രവാചകനും ഒരു രാത്രി നമസ്കാരം കഴിഞ്ഞ് ഒരു സ്ഥലത്ത്, ഒരു ഇരുട്ടുള്ളൊരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. മറ റജുലാനി മിനൽ അൻസാരി, 2 അൻസാരി സ്വഹാബിമാർ അതിൽ പോയി. ഫസല്ലമ അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയോട് സലാം പറഞ്ഞു പോയപ്പോൾ പ്രവാചകൻ അവരെ തിരിച്ചു വിളിച്ചു, അല അരിസ്ലികുമാ ഇന്നഹ സഫിയ ബിൻതു ഹുയൈ, ഇത് സഫിയയാണ് കേട്ടോ, എൻ്റെ ഭാര്യയാണ് കേട്ടോ എന്ന് പറഞ്ഞു എന്നാണ്. ഇതിൻ്റെ കാരണം എന്താണ് എന്ന് പറയുന്നിടത്ത് പണ്ഡിതന്മാർ ഇതിൽ നിന്ന് ഒരുപാട് ഗുണപാഠങ്ങൾ, ഫവായിദുകൾ എടുത്തിട്ടുണ്ട്. അതിലൊന്നെന്താ, എന്തേ ഇപ്പോൾ പ്രവാചകൻ ഒരു സ്ത്രീയായിട്ട് അവിടെ ഇങ്ങനെ ഒറ്റക്ക് നിൽക്കുന്നു എന്നൊരു വ്യക്തി സംശയിച്ചാൽ മതി അയാൾ ഇസ്ലാം ഒന്ന് പുറത്തു പോകാൻ, ഷഹാദത്ത് കലിമയുടെ 2ാമത്തെ അർദ്ധാംശത്തിൽ പിഴവ് വരാൻ. പ്രവാചകനെ തെറി വിളിക്കൊന്നും വേണ്ട, കാർട്ടൂൺ വരക്കൊന്നും വേണ്ട, പ്രവാചകൻ എന്തൊരു പ്രസംഗിക്കണ്ട, എന്തിപ്പം നബി അയ്യേ, അങ്ങനെ ചിന്തിച്ചാൽ മതി എന്നാണ്. അങ്ങനെയാണെങ്കിൽ സോഷ്യൽ മീഡിയ ആഘോഷിച്ച കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ ഒരു തോട്ടത്തിൽ പ്രവാചകൻ കയറി, അവിടെ ഒരു പെണ്ണിനെ കയറി പിടിച്ചു. സോഷ്യൽ മീഡിയയിലെ തമ്മാടികളുടെ പുതിയ കാലത്തെ ഭാഷയിൽ പറഞ്ഞ പ്രവാചകൻ കളിക്കാൻ നോക്കി. നഅൂദുബില്ല. ഇതിങ്ങനെ ഈ കളിക്കാൻ നോക്കി എന്നുള്ള വേർഡൊക്കെ അവരുടെ കുട്ടികളുടെ ഡിക്ഷണറിയിൽ അവർ സ്റ്റോർ ചെയ്തിട്ടൊരു വേർഡാണ്. അത് ഭയങ്കര വൾഗറായിട്ടുള്ളൊരു വേർഡാണ്. ആ വേർഡും പ്രവാചകനെ കുറിച്ചുള്ള ഈ വേർഡും തമ്മിലുള്ളൊരു സ്വാഭാവികമായ കമ്പാരിസൺ വരും. ഇല്ല എന്നവൻ്റെ മനസ്സ് പറയും. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വേറൊരു സാധനം കാണും. നമ്മൾ കുട്ടി ഗെയിം കളിക്കണിൻ്റെ പേടി നമുക്കുള്ളൂ, കുട്ടി ആത്മഹത്യ ചെയ്യണിൻ്റെ പേടി നമുക്കുള്ളൂ, കുട്ടി മാനസിക രോഗിയെ അഡിക്റ്റ് ആകണതിൻ്റെ പേടിയേ നമുക്കുള്ളൂ. അതിൻ്റെയൊക്കെ അപ്പുറത്ത് അവന് ചിലപ്പോൾ നിസ്കരിക്കുന്നുണ്ടാകും, അവന് ചിലപ്പോൾ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടാകും, അവന് നല്ല മാർക്ക് കിട്ടുന്നുണ്ടാകും. അവന് മാത്രമല്ല നമുക്കും നമ്മുടെ നിലപാടുകൾ അട്ടിമറിയുന്നുണ്ടാകും. പറഞ്ഞു ശ്രദ്ധിക്കാൻ പറഞ്ഞു പോട്ടെ, പ്രവാചകൻ ആരെയാണ് തൊട്ടത്? അതേ ഹദീസിൽ, തൊട്ടുമേലത്തെ ഹദീസിൽ പ്രവാചകൻ കല്യാണം കഴിച്ച സ്ത്രീ ഉണ്ട്, അതിവർ ഒളിപ്പിച്ചു വെക്കും. 2, ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞു, യുഹ്തമലു അന്നഹാ ലം തഅരിഫുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് നബിയാണെന്നൊരു പക്ഷേ ആ സ്ത്രീക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. മറ്റൊരിടത്ത് കാണാം, വേറെ ചില സ്ത്രീകൾ അവരെ പറ്റിച്ചതാണ്. ഖുദിഅതു, ഞാൻ വഞ്ചിക്കപ്പെട്ടു, ഇങ്ങനെ പെരുമാറണം എന്നോട് ആരൊക്കെയോ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പെരുമാറിപ്പോയതാണ്. ഒക്കെ കാണാം, ഒരുപാട് മറുപടികൾ കാണാം. പക്ഷേ കുട്ടിക്ക് ഈ മറുപടി കിട്ടുന്ന ഒരിടത്തിലേക്കും അവൻ പോണില്ല, നമ്മൾ മാത്രം പോണത് അല്ലേ? നമ്മുടെ ഫ്രണ്ട്സ് പോണില്ല, അല്ലെങ്കിൽ കാര്യങ്ങൾ ഗൗരവപൂർവ്വം പഠിക്കാൻ ശ്രമിക്കണില്ല. അപ്പം ഞാൻ പറയുന്നത്, വിശ്വാസപരമായി നമ്മളെ അഡിക്ഷൻ ആകുന്നതും അവൻ ആത്മഹത്യ ചെയ്യണതും ബ്ലൂ വെയിൽ കളിച്ച് വലിയ ടാസ്കുകൾ ഏറ്റെടുക്കുന്നതും ഒക്കെ പേടി തന്നെയാണ്. അതിൻ്റെ അപ്പുറത്തുള്ള പേടിയാണ് വിശ്വാസത്തെ, നിലപാടിനെ, ഈമാനിനെ നഷ്ടപ്പെടുത്തി കളയുന്ന സംശയ മുനകൾ ഹൃദയത്തിൽ കയറുക എന്നുള്ളത്. ഇനി 2ാമത്തത്, ശരീരത്തെക്കുറിച്ചും സൗന്ദര്യത്തെക്കുറിച്ചുള്ള ആശങ്കകൾ. പറഞ്ഞു പോകേണ്ട ഒരു കാര്യം എനിക്ക് തോന്നുകയാണ്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കണേ 60 മുതൽ 70% വരെ പെൺകുട്ടികൾക്കും 30 മുതൽ 50% വരെ ആൺകുട്ടികൾക്കും ഇതുണ്ട് എന്നാണ് കൃത്യമായിട്ടുള്ള സ്റ്റഡീസ് വന്ന വിഷയമാണ് ഞാൻ പറയുന്നത്. എന്താണ്? ഒരു കളറ് സംബന്ധിച്ച കൺസേൺ, നിറം സംബന്ധിച്ച പ്രശ്നങ്ങൾ,
വണ്ണം, തടി സംബന്ധിച്ച പ്രശ്നങ്ങൾ, ഉയരം സംബന്ധിച്ച വിഷയങ്ങൾ, മുഖക്കുരു, ശരീരത്തിൻ്റെ രൂപം, ഇതൊക്കെ സംബന്ധിച്ച് അതിങ്ങനെ ടെൻഷനായിട്ട് അതിൻ്റെ ആ കാരണം കൊണ്ട് ആത്മഹത്യ ചെയ്യുക. അതല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഇൻഫീരിയോറിറ്റി വന്നിട്ട് ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റൂല. അവൻ എപ്പോഴും ഫോട്ടോകളിൽ നിന്ന് ഒളിച്ചോടുക. അപ്പോൾ ഫോട്ടോ ഭയങ്കര എടുക്കണം എന്നല്ല ഞാൻ പറയണത്, അല്ലേ? അല്ലെങ്കിൽ അതിനു വേണ്ടി വലിയ പൈസ ചിലവാക്കുക, മുഖം വെളുപ്പിച്ചുകൊണ്ടിരിക്കുക, ഒരു ചുണ്ട് ചുമപ്പിക്കാതെ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തുക. മാനസിക രോഗം എന്ന് പറയുന്നത് വസ്ത്രം കഴിച്ചിട്ടിട്ട് ആകെ സീനാക്കണിന് മാത്രമേ നമ്മൾ മാനസിക രോഗം എന്ന് പറയുള്ളൂ. എന്നാൽ ഇന്ന് സൗന്ദര്യവുമായി ബന്ധപ്പെട്ട ഇത്തരം ഇഷ്യൂസ് വളരെ വ്യാപകമാണ്. നമ്മുടെ കുട്ടികളെ വളരെ കൃത്യമായി ഇത് ബാധിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകും. അതേപോലെ തന്നെ ആത്മഹത്യാ പ്രവണത വലിയ തോതിൽ, വലിയ കണക്കുകൾ പുറത്തു വരികയാണ്. LKG-കാരൻ ആത്മഹത്യ ചെയ്യാണ്. LKG-കാരൻ ആത്മഹത്യ ചെയ്ത വാർത്ത വന്ന നാടാണ് നമ്മളെ നാട്. ആരും എപ്പോഴും എങ്ങനെയാവാന്നുള്ള അവസ്ഥയാണ്, അല്ലേ? ആർക്കും എന്തും വരാമെന്നുള്ള അവസ്ഥയാണ്. ഇതിൻ്റെ മുതലാളിയെ ഒരു ഏജൻസി ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ബാക്ക് സൈഡിൽ ഫോട്ടോ പിടിച്ചിട്ട്, സ്വന്തം കുഞ്ഞുങ്ങളെ ഫോട്ടോ പിടിച്ചിട്ട് കുറേ അമ്മമാർ നിൽക്കുന്നുണ്ട്, ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്. കണ്ടോ? ഇൻസ്റ്റ യൂസ് ചെയ്തിട്ട് മരിച്ച കുഞ്ഞുങ്ങളുടെ അമ്മമാരാണത്. അവരോട് മാപ്പ് ചോദിച്ചുകൂടെ എന്ന് വെച്ചപ്പോൾ അയാൾ ബാക്കിലേക്ക് തിരിഞ്ഞു നിന്ന് മാപ്പ് കേൾക്കുന്നുണ്ട്. അയാൾ മാപ്പ് ചോദിച്ചുകൊണ്ട് ആ ജീവിതങ്ങൾ തിരിച്ചു കിട്ടുമോ? നമ്മളെ കുട്ടികൾ ഇൻസ്റ്റ ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു പ്രശ്നമില്ല. നമ്മൾ തന്നെ ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരോട് ഞാൻ പറയാം, നമ്മൾ തന്നെ ഇൻസ്റ്റ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റാണ്. എനിക്കൊന്നും പറ്റൂല, അല്ലേ? എനിക്കൊന്നും പറ്റൂല എന്നുള്ള കോൺഫിഡൻ്റാണ്. നമ്മൾ ഭയങ്കര ആത്മവിശ്വാസത്തിലാണ്. വളരെ ഗൗരവപൂർവ്വം നമ്മൾ ഇത്തരം കാര്യങ്ങൾ ആലോചിക്കണം. മാത്രമല്ല മറ്റൊരു വിഷയം എന്താണെന്നറിയോ? മറ്റൊരു വിഷയം, നമ്മുടെ കുട്ടികളുടെ സ്കില്ലുകളൊക്കെ പോവുക. ഒരു കാക്ക അതിനൊരു പരുന്തിന് ഫ്രണ്ടായിട്ട് കിട്ടി. അപ്പോൾ കാക്ക ചോദിച്ചു, ഇങ്ങനെ പാറി പറന്ന് കിടന്നിട്ട് റിസ്ക് എടുക്കണോ? ഇവിടെ ജസ്റ്റ് ഇങ്ങനെ കൊത്തി മാന്തിയാൽ തന്നെ എന്ത് ചെയ്യും, ഇഷ്ടം പോലെ പ്രാണികളൊക്കെ കിട്ടും. അപ്പോൾ പരുന്ത് ഇങ്ങനെ പിന്നീട് കുറച്ച് ദിവസം ഇതാക്കാൻ തുടങ്ങി. പിന്നെ പരുന്തിന് ചിറക് പൊക്കി പറക്കാൻ കഴിഞ്ഞില്ല എന്നാണ് കഥ. ഓരോരുത്തരുടെയും സ്കില്ലുകൾ ഒരു സ്ഥലത്ത് തളച്ചിട്ടാൽ അത് സ്വാഭാവികമായിട്ടും നശിക്കും. എന്തെല്ലാമോ മേഖലയിലേക്ക് എത്തിപ്പെടേണ്ട എത്രയോ കുട്ടികൾ അവർ കുനിഞ്ഞിരുന്ന് അങ്ങനെ തോണ്ടി കഴിയാണ്. ലോകത്ത് മനുഷ്യൻ്റെ ചരിത്രകാലങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഓരോ ഘട്ടത്തിലും ഓരോ ജനറേഷനുകൾക്ക് ഓരോ പേരുണ്ട്. ആ ഘട്ടത്തിലൊക്കെ മനുഷ്യൻ വളരെയാണ് ചെയ്തത്. ജൻസിലെത്തിയപ്പോൾ ലോകത്ത് ചരിത്രത്തിലെ ഏറ്റവും മണ്ടന്മാരുടെ സമൂഹം അവരാണെന്നാണ് ഏറ്റവും പുതിയ പഠനങ്ങൾ. എന്താ കാര്യം? ഏറ്റവും ഓർമ്മ കുറഞ്ഞവർ, ഏറ്റവും കപ്പാസിറ്റി കുറഞ്ഞവർ. മനുഷ്യൻ്റെ തലച്ചോറ് എന്നൊക്കെ പറഞ്ഞാൽ അത്രയും വലിയ സെൻസറുകളാണ്, അല്ലേ? അത് ആ ഡാറ്റ അവിടുന്ന് കിട്ടുമെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും പിന്നെ സേവ് ആവില്ല. അത് ടെമ്പററി മെമ്മറിക്കേ പോകുള്ളൂ. പരീക്ഷയ്ക്ക് മാത്രം പഠിച്ച ഒരു സാധനം ആർക്കും ഇപ്പോഴും ഓർമ്മ ഉണ്ടാവില്ല. അത് ടെമ്പററി മെമ്മറിക്ക് പോവുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള വലിയ പ്രത്യാഘാതങ്ങൾ ഇവിടെ നിലനിൽക്കുകയാണ്. മണ്ടന്മാരുടെ ഏതൊക്കെയോ അന്യ നാട്ടിലെ സംസ്കാരങ്ങളാണ്. ഒരു വലിയ പാളപ്പേൻ്റ് കൊടുത്തവൻ അതിടും, ഒരു കുട്ടിക്കുപ്പായം കൊടുത്തവൻ അതിടും. അവരെന്താണോ ചെയ്തത്? വെറും മെഷീനുകളായി പുതിയ തലമുറ മാറുന്ന കാഴ്ചകൾക്ക് മുന്നിൽ നമുക്ക് എന്താണ് പരിഹാരം എന്നുള്ളത് വളരെ ഗൗരവപൂർവ്വം ആലോചിക്കേണ്ടതാണ്. എന്താണ്? നമ്മളെ ഒറ്റ കാര്യമുള്ളൂ, ഹൃദയത്തിലൊരു പാസ്വേഡ് ഇട്ട് കൊടുക്കണം. അള്ളാഹു അവൻ എല്ലാ രഹസ്യങ്ങളും അറിയാം. മരത്തിൽ നിന്നൊരു ഇല പോലും താഴെ വീഴുന്നില്ല പടച്ചോൻ അറിയാതെ. ഈ ബോധ്യം ഒരു കുട്ടിക്ക് ഉണ്ടായാൽ മതി. ഈ ബോധ്യം ഒരു കുട്ടിക്ക് ഉണ്ടായാൽ മതി, ഇല്ലേ? പിന്നെ ഒന്നും സംഭവിക്കൂല. എല്ലാ വാതിലും ജനലൊക്കെ അടക്കാൻ പറഞ്ഞു അയാൾ. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, എല്ലാ വാതിലും ജനലൊക്കെ ഞാൻ അടച്ചു, പക്ഷെ ഒരു വാതിൽ എനിക്ക് അടക്കാൻ പറ്റുന്നില്ല. ഏതാന്ന് ചോദിച്ചു. ബാബുസമ, ആകാശത്തിൻ്റെ വാതിൽ. അതോടെ അയാൾ ആ വ്യഭിചാരത്തിൻ്റെ ചിന്ത ഒഴിവാക്കിയിട്ട് ഇറങ്ങിപ്പോയി എന്നാണ്. ഇത് ഹൃദയത്തിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്രശ്നമല്ല. ഞാൻ എൻ്റെ സംസാരത്തിലൊക്കെ ഇടയ്ക്ക് പറയും, ഞാൻ വിശ്വ സ്റ്റുഡൻസ് ഡൽഹിയിലെ കുട്ടികൾ സംഘടിപ്പിച്ചൊരു പരിപാടിക്ക് പോയി. അപ്പോൾ വളരെ പ്രസിദ്ധമായൊരു സ്ഥാപനത്തിൽ ഒരാളെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ നമ്മൾ ഈ ഡിസ്പോസിബിൾ ഗ്ലാസ്, ചായ പിടിച്ച് ഡിസ്പോസിബിൾ ഗ്ലാസ് ഒഴിവാക്കിയ പോലെ ഉപയോഗിക്കപ്പെട്ട ക്വാണ്ടം വലിച്ചെറിഞ്ഞത് കണ്ടു ഞാൻ ഒരു ഹോസ്റ്റലിൻ്റെ ബാക്ക് സൈഡിൽ. 5 രൂപ ഇട്ടെടുത്തു കഴിഞ്ഞാൽ ക്വാണ്ടം ജസ്റ്റ് എടുത്തു പോരാവുന്ന ഇടങ്ങളിൽ ജീവിക്കുന്നിടത്ത് എങ്ങനെ ഇവർക്ക് ഖുർആൻ ക്ലാസ് എടുക്കണവരും അവിടുത്തെ എല്ലാ തിന്മകൾക്കും മധ്യേ ചിഹ്നങ്ങൾ സൂക്ഷിച്ച് ജീവിക്കാൻ കഴിയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹൃദയത്തിൽ വെച്ചൊരു പാസ്വേഡാണ്, അല്ലേ? ഖുൽ ഇൻ തുഖ്ഫു മാ ഫീ സുദൂരിക്കും ഔ തുബ്ദു യഅലമുഹുല്ലാഹ്. നിങ്ങൾ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ചതും
നിങ്ങൾ പരസ്യപ്പെടുത്തിയതുമൊക്കെ അള്ളാഹു അറിയും. അള്ളാഹു അറിയും. നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചത് മുഴുവൻ അള്ളാഹു അറിയും. മാത്രമല്ല, ഓരോന്നും നിങ്ങളുടെ ഓരോ സംഭാഷണങ്ങളും സംസാരങ്ങളും ഒക്കെ നിങ്ങളെത്ര പാസ്വേഡ് ഇട്ടാലും, നിങ്ങളെത്ര ഹിസ്റ്ററികൾ ഡിലീറ്റ് ചെയ്താലും, നിങ്ങളെത്ര ഹൈഡ് ചെയ്താലും ഒക്കെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അയൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, അത് റബ്ബ് അത് കൃത്യമായി സൂക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാ ഡാറ്റയും ഡിലീറ്റ് ചെയ്താലും യൗമ തുബല സറായിർ, എല്ലാ രഹസ്യങ്ങളും വലിച്ചു പൊളിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. അന്ന് ഫമയഅമൽ മിസ്ഖാല ദറത്തിൻ ഖൈറൻ യറ, അണുമണി തൂക്ക നന്മ ചെയ്തവർക്കതും തിന്മ ചെയ്തവർക്കതും ഉണ്ടാകും. വവദിഅൽ കിതാബ് ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീന മിമ്മാ ഫീ വയഖൂലൂന യാ വൈലതന മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. എല്ലാം രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. മനുഷ്യൻ്റെ നിശ്വാസങ്ങൾ പോലും ആ രേഖയിൽ ഉണ്ടാകുന്നതാണ്. നമ്മൾ ഇങ്ങനെ വേദന പ്രകടിപ്പിക്കൂലേ, അതുപോലും ആ രേഖയിൽ ഉണ്ടാകുന്നതാണ്. അത്ര സമഗ്രമായി അത് ഡോക്യുമെൻ്റ് ചെയ്യപ്പെടുന്നുള്ളിൽ നമുക്കാർക്കൊരു സംശയമല്ല. എന്താ കാര്യം? ലോകത്തെ ഡോക്യുമെൻറ്റേഷൻ്റെ സിസ്റ്റം മനുഷ്യനുണ്ടാക്കിയ സിസ്റ്റത്തിൻ്റെ മുന്നിൽ നമ്മൾ അത്ഭുതപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലേ, അത്ഭുതപ്പെടുന്നുണ്ടെങ്കിൽ ഒരു സംശയമല്ല, പടച്ച റബ്ബ്, ഈ മനുഷ്യനെ പടച്ച റബ്ബിന് അത് സാധിക്കുന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ ടൈം ഭയങ്കര വാല്യബിൾ ആയിട്ടുള്ളൊരു സാധനമാണ്. യബ്ന ആദം ഇന്നമ അൻത അയ്യാം, മനുഷ്യ നീ കുറച്ച് ദിവസങ്ങളാണ്, തിങ്കളും ചൊവ്വയും ബുധനൊക്കെയാണ്. കുല്ലമാ ദഹബ യൗമുൻ ദഹബ ബഅദുക്, ഓരോ ദിവസവും കഴിയുമ്പോൾ നീയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാ നദിംതു അലാ ശൈഇൻ നദമി അലാ യൗമിൻ ഗറബത് ശംസുഹു, സൂര്യൻ അസ്തമിച്ചൊരു ദിവസത്തിലും ഞാൻ പിന്നെ സങ്കടപ്പെട്ടിട്ടില്ല. നഖസ ഫീഹി അജലി വലം യസിദ് ഫീഹി അമലി, എൻ്റെ ആയുസ് കഴിഞ്ഞു പോയി, അമലൊന്നും പുതിയത് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനത്തെ ദിവസമാണ് എനിക്ക് ഏറ്റവും വിഷമമുള്ള ദിവസം. മാത്രമല്ല, വീണ്ടും പറയാണ്, അദ്റക്തു അഖ്വാമൻ കാനു അലാ ഔഖാതിഹിം ഹശദ്ദ ഹിർസം മിൻകും അലാ ദറാഹിമിക്കും വദനാനീരിക്കും. ഞാനൊരു ജനതയെ കണ്ടിട്ടുണ്ട്, നിങ്ങൾ പണത്തോട് കാണിക്കുന്ന ആർത്തിയേക്കാളും സമയത്തോട് അവർ ആർത്തി കാണിച്ചിരുന്നു. 500 രൂപ പോയാൽ നമ്മൾ തപ്പും, 10 രൂപ കാണാൻ അല്ലെങ്കിൽ നമ്മൾ തിരയും, അല്ലേ? എന്നാലോ കൊഴിഞ്ഞു പോയ സമയം 86,400 സെക്കൻഡ് ഒരു വ്യക്തിക്ക് ഒരു ദിവസം കിട്ടുന്നുണ്ട്. 86,400 മിനിറ്റ് ഒരു വ്യക്തിക്ക്, പിന്നെ സെക്കൻഡ് ഒരു വ്യക്തിക്ക് കിട്ടുന്നുണ്ട്. 86,400 രൂപയാണ് കിട്ടുന്നതെങ്കിൽ അതുകൊണ്ട് പല പ്ലാനും യഥാർത്ഥത്തിൽ അവരുണ്ടാക്കും. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, ഞാൻ ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ ഇബ്നുൽ ജൗസിയെ വീണ്ടും വായിക്കാണ്. ഇദാ അലിമൽ ഇൻസാനു, മനുഷ്യൻ മനസ്സിലാക്കുകയാണെങ്കിൽ ബി അന്നൽ മൗത യഖ്തഉഹു അനിൽ അമൽ, മരണം അവൻ്റെ കർമ്മങ്ങളെ മുറിച്ചു കളയും. നമസ്കാരം അതോടെ തീരും, നോമ്പ് അതോടെ തീരും, ഖുർആൻ പാരായണം അതോടെ തീരും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതോടെ തീരും. അതുകൊണ്ട് അമില ഫീ ഹയാതിഹി മാ യദൂമു ലഹു അജ്റുഹു ബഅദ മൗതിഹി, മനുഷ്യൻ മരണത്തിൻ്റെ ശേഷവും അവന് പുണ്യം കിട്ടുന്ന കാര്യങ്ങൾ അവൻ ചെയ്യണം. ഫദാലിക്കല്ലദീ ലം യമുത്, അവൻ മരിക്കുന്നില്ല, കർമ്മങ്ങളുടെ ആയുസ് അവനുണ്ട്. ജീവിതത്തിൽ എന്നും ചെയ്ത പുണ്യങ്ങളുണ്ടായിരുന്നെങ്കിൽ 5000, 6000, 10,000 കോടി വർഷം അവനവൻ്റെ ഖബറിൽ കഴിയും. ജീവിച്ചതാകെ 25 കൊല്ലായിരിക്കും, ജീവിച്ചതാകെ 10 വർഷമായിരിക്കും. പക്ഷേ നിലനിൽക്കുന്ന കർമ്മങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിക്ക് ജീവിതത്തിൽ നൂറ്റാണ്ടുകളുടെ പുണ്യം കിട്ടും. നൂഹ് നബി അലൈഹി സ്വലാം കർമ്മം കൊണ്ട് ഇപ്പോഴും മരിച്ചിട്ടില്ല. ഇബ്നു ഹജർ അൽ അസ്ഖലാനി കർമ്മം കൊണ്ട് ഇപ്പോഴും മരിച്ചിട്ടില്ല. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല കർമ്മം കൊണ്ട് ഇപ്പോഴും മരിച്ചിട്ടില്ല. ഉമർ ബിൻ മൗലവി റഹിമഹുല്ല കർമ്മം കൊണ്ട് ഇപ്പോഴും മരിച്ചിട്ടില്ല. കാരണം അമാനി മൗലവി റഹിമഹുല്ല കർമ്മം കൊണ്ട് ഇപ്പോഴും മരിച്ചിട്ടില്ല. കാരണം അവരുടെയൊക്കെ കർമ്മങ്ങൾ ഇപ്പോൾ ഇവിടെ നിലനിൽക്കുകയാണ്. അത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൽ നമ്മൾ സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളുടെ കഴിവുകളെ ഈ സ്ക്രീനിന്റെ ഉള്ളിലേക്ക് ചുരുക്കി ദൗത്യങ്ങൾ ഏറ്റെടുക്കാതിരിക്കുമ്പോൾ ഓർക്കുക, ഇന്നല്ലാഹ യസ്തദിറുൽ അബ്ദ ബിന്നിഅമ, അള്ളാഹു വ്യക്തികൾക്ക് അനുഗ്രഹങ്ങൾ കൊടുക്കും. നല്ല ഭാഷ, നല്ല പുഞ്ചിരി, അല്ലേ? പുഞ്ചിരി പടച്ചോന്റെ മാർഗത്തിൽ കൊടുക്കാനുള്ളതാ. നല്ല സംഭാഷണ കഴിവ്, നല്ല ഇന്റലക്ച്വൽ കപ്പാസിറ്റി, നല്ല റിസർച്ചിങ് മെന്റാലിറ്റി, ഇങ്ങനെ പലതും അവന് കൊടുത്തിട്ടുണ്ടാകും. നല്ല പണം, നല്ല സമയം, നല്ല കൈയെഴുത്ത്, നല്ല ടൈറ്റിലിംഗ് കപ്പാസിറ്റി, അങ്ങനെ 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 പലതും കൊടുത്തിട്ടുണ്ടാകും. അത് കൊടുത്തതവൻ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഫൈദാലം യുഅദ്ദി ഹഖ്ഖഹ, അത് കൊടുത്തിട്ട് അത് ചെയ്തിട്ടില്ലെങ്കിൽ സലബഹ, പടച്ചോൻ അത് തിരിച്ചെടുക്കും. എന്നിട്ട് ഇതൊക്കെ അടിമകൾക്ക് വേണ്ടി തന്നതാണ്. നിങ്ങൾ നല്ലൊരു IT പ്രൊഫഷണൽ ആണെങ്കിൽ അത് നിങ്ങളുടെ വീട്ടിലെ ശമ്പളത്തിന് വേണ്ടി മാത്രം തന്നതല്ല, അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി കൂടി തന്നതാണ്, അല്ലേ? ഖുർആൻ അത് കൃത്യമായി പറഞ്ഞു.
പരലോക ഭവനത്തിനു വേണ്ടി നീ ആഗ്രഹിക്കുക. നിനക്ക് കിട്ടി ഏതിലും വല തൻസ നസീബക മിന ദുന്യാവിൻ്റെ ഓഹരി മറക്കൊന്നും വേണ്ട. അക്കൗണ്ടിക്ക് വരാനുള്ളത് നീ നിൻ്റെ കഴിവുകൊണ്ട് ഉണ്ടാക്കിക്കോ, പക്ഷേ പരലോകത്തേക്കുള്ളത് ഉണ്ടാക്കണം. നിങ്ങൾ നല്ലൊരു എഴുത്തുകാരനാണെങ്കിൽ, പ്രഭാഷകനാണെങ്കിൽ, സാമ്പത്തിക ശേഷിയുള്ള ആളാണെങ്കിൽ, നിങ്ങൾക്ക് കാഴ്ചപ്പാടുകൾ കൈമാറാൻ പറ്റുമെങ്കിൽ അത് നിങ്ങൾ ചെയ്യണില്ലെങ്കിൽ അടിമകൾക്ക് ഉപകാരം കിട്ടുന്ന ആളുകളെ നിങ്ങളിൽ നിന്നത് പറിച്ചൂരി അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിക്കുന്നതാണ്. എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് വലിയൊരു ക്യാമ്പയിനിൻ്റെ ഒരു പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നിട്ടുള്ളത്. ആ ക്യാമ്പയിൻ്റെ പ്രഖ്യാപനം നമ്മുടെയൊക്കെ വീട്ടിൽ, നമ്മുടെ ഉള്ളിലാണ് ആദ്യം ഉണ്ടാവേണ്ടത്. എൻ്റെ ഫോൺ യൂസേജിന് എന്തെങ്കിലും നിയന്ത്രണം വെക്കണോ? ഫോൺ ഉപയോഗിക്കാത്ത സമയങ്ങൾ, ഫോൺ ഉപയോഗിക്കാത്ത സ്ഥലങ്ങൾ, ഇങ്ങനത്തെ കുറച്ച് നമുക്ക് വേണം. ഉപയോഗിക്കാത്ത സമയം, നിസ്കാരത്തിൻ്റെ ശേഷമുള്ള സമയം. എക്സാമ്പിൾ പറയാം. ഉപയോഗിക്കാത്ത ദിവസം ഞായറാഴ്ച. എക്സാമ്പിൾ പറയാം, എക്സാമ്പിൾ മാത്രം, ഓരോ വ്യക്തിക്കനുസരിച്ച് സെലക്ട് ചെയ്യുക. ഉപയോഗിക്കാത്ത സ്ഥലം ബെഡ്റൂം, പള്ളി. ഇങ്ങനെ കുറച്ച് തീരുമാനം എടുത്താൽ തന്നെ ഭയങ്കര കൺട്രോൾ കൊണ്ടുവരാൻ പറ്റും. ഇനി എന്തിന് ഞാൻ ഉപയോഗിക്കുന്നു, എന്താണ് പർപ്പസ് ഓഫ് യൂസ്, എന്താണ് എൻ്റെ ഉദ്ദേശം. പിന്നെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റണില്ലെങ്കിൽ പലതരം ആപ്പുകളുണ്ട്. ആ ആപ്പുകൾ വെച്ച് നമുക്ക് അതിനെ നിയന്ത്രിക്കാം. നിശ്ചിത സമയം നമുക്ക് ഫോണ് ഉപയോഗിക്കാനേ കഴിയാത്ത അവസ്ഥ വരും. ഒരുപാട് ഐഡിയാസ് ഉണ്ട്. ഞാൻ ഐഡിയാസൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സമയം ഇവിടെ അവസാനിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം നിർത്തുകയാണ്. ഇനി അങ്ങനത്തെ റിസർച്ചുകൾ വരണം. ഓരോരുത്തരും ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി അങ്ങനത്തെ സജഷൻസ് ലോകത്തോട് പറയണം. ഈ ക്യാമ്പയിനിനെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഈ കാര്യം തുറന്നു പറയുകയും ഇതിൻ്റെ അടിയിൽ ടൈറ്റിലോ ഈ സംഘടനാ ലേബലോ ഒന്നും നിങ്ങൾ യൂസ് ചെയ്യണ്ട. നമുക്കിത് സമൂഹത്തിലേക്ക് എത്തിയാൽ മതി. ഞാൻ ഈ കൂട്ടായ്മയുടെ പുറത്തുള്ള ആളുകളോട് പറയാണ്, അതൊന്നും വിഷയമല്ല. ഇതിൽ എവിടെയും എങ്ങനെയും ഏതും വിഷയങ്ങൾ അവതരിപ്പിക്കാനോ കാര്യങ്ങൾ സംസാരിക്കാനോ ഒക്കെയുള്ള ഫാക്കൽറ്റികൾ, വളരെ സമ്പന്നമായ ഫാക്കൽറ്റി സംവിധാനം ഈ കൂട്ടായ്മയുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുന്നു, ഇത് തത്വങ്ങൾ പറഞ്ഞു പോകല്ല, ഗവൺമെൻറ് നിരോധിക്കണമെന്ന വാചകം പറഞ്ഞ് അവസാനിക്കല്ല, മറിച്ച് കുട്ടിയുടെ കയ്യിലെ ഫോൺ ഉപയോഗത്തെ സിസ്റ്റമാറ്റിക്കലാക്കാനുള്ള സംവിധാനം കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സമ്മർ കസ്റ്റ് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ക്യാമ്പയിന് ആരംഭം കുറിക്കുന്നത്. പീസ് റേഡിയോ, ജമീൽ എന്ന 2 സംവിധാനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മളെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് എങ്ങനെയൊക്കെയാണ് മക്കളെ ആവേണ്ടത്, ഏത് വഴിയിലാണ് പോകേണ്ടത്, എങ്ങനെ പ്രൊഡക്റ്റീവായി ഉപയോഗിക്കാം, എങ്ങനെ പോയാലാണ് അപകടത്തിൽപ്പെടുക എന്നത് വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ മുതൽ ഡിഗ്രി പ്രായത്തിലുള്ളവരെ വരെ 4-5 കാറ്റഗറികളാക്കി തിരിച്ച് അവർക്ക് പറ്റിയ ഭാഷയിൽ അവരുടെ നിലവാരത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടുള്ള വലിയ മൂവ്മെൻറ്റുകൾക്കാണ് തുടക്കം കുറിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും സഹകരണം ഈ വിഷയങ്ങളിലൊക്കെ ഉണ്ടാകണം എന്ന് ഈ ഘട്ടത്തിൽ പ്രാർത്ഥിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇതിൻ്റെ ഉപകാരങ്ങളെ സമൂഹത്തിന് എത്തിക്കാനും സ്വയം ഉപയോഗിക്കാനുമുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലാ മുഹമ്മദ്.